Hi all. Good evening. Audible ആണല്ലോ അല്ലേ? Oh. Good evening. അപ്പം എല്ലാവരും ജോയിൻ ചെയ്യുന്നുണ്ട്. By that time very slowly start ല്ലേ? നാട്ടിലുള്ളവരുടെ ബന്ദ് ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരും ബന്ധായതുകൊണ്ട് എനിക്ക് തോന്നുന്നു ലീവ് ആയിട്ടുണ്ടാവും എന്നുള്ളത് അല്ലേ? കോളേജസ് ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ വർക്ക് സ്പേസസ് ഉണ്ടായിരുന്നോ? വീട്ടിലായിരുന്നോ? കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ട് മാം, കേൾക്കാം. ഓക്കെ. So how was your day എന്നുള്ളത് ജസ്റ്റ് ഒരു ഇമോജി ആയിട്ടോ മൈക്ക് ഓപ്പൺ ചെയ്തിട്ടോ വേർഡ് ആയിട്ടോ ഒന്ന് ടൈപ്പ് ചെയ്തിട്ടാൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ നൈസ്. How was your day? Okay. ജമിയ thumbs up ഇട്ടിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ദിവസം? How was your day? Just in a word, one word. Overall good. Okay-ish. Okay. And the day was nice because after a long time work from home ആയിരുന്നു. It was very nice to be at home and working. Yes. Good. Okay. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലാസ്റ്റ് സെഷനിൽ പറഞ്ഞ പോലെ തന്നെ ഈഗൻ സ്റ്റേജസ് ആണ് ഈഗൻസ് കൗൺസിലിംഗ് മോഡൽ. ഈഗൻ സ്കിൽഡ് ഹെൽപ്പർ മോഡൽ എന്നാണ് ഇതിനെ പറയുന്നത്. ഈഗൻസ് മോഡലിന്റെ ബുക്ക് ഉണ്ട്. ഞാൻ എടുക്കാൻ പോകുന്നത് ഫസ്റ്റ് എഡീഷൻ ആണ്. ഇപ്പൊ ഉള്ളത് ലേറ്റസ്റ്റ് എഡീഷൻ നോക്കുമ്പോൾ ഇതിൽ നിന്ന് കുറച്ച് വ്യത്യാസം ഉണ്ടാകും. ഈഗൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കൗൺസിലിംഗ് മോഡലാണെങ്കിൽ ഇപ്പൊ കുറേം കൂടെ ഗ്രൂപ്പ് ട്രെയിനിങ് മോഡലിലേക്കാണ് ഇപ്പോഴത്തെ ഒരു എഡീഷന്റെ അഡാപ്റ്റേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുക. അപ്പം ബേസിക്കലി എല്ലാത്തിന്റെയും കോർ സെയിം ആണ്. കുറച്ച് ഡിഫറൻസസ് നിങ്ങൾക്ക് സ്റ്റേജസ് കാണുമ്പം ഇപ്പോഴത്തെ ബുക്ക് വായിക്കുമ്പം ഇതല്ലല്ലോ ജാസ്മിൻ എടുത്താൻ തോന്നാം. ബിക്കോസ് ഞാൻ എടുക്കുന്നത് ഫസ്റ്റ് എഡീഷൻ ആണ്. എൻ്റെ ഒരു എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നമ്മൾ ടീച്ചേഴ്സും അതാണ് നമുക്ക് എക്സ്പോസ്ഡ് ആക്കി തന്നിട്ടുള്ളത്. സോ ദാറ്റ് ഈസ് എ ഡിസ്ക്ലെയിമർ. ഐ എം ഗോയിങ് വിത്ത് ദ ഫസ്റ്റ് എഡിഷൻ ബിക്കോസ് ദാറ്റ് ഈസ് മോർ കൗൺസിലിംഗ് തെറപ്പി ഒരു മോഡലായിട്ട് ഫുള്ളി കംപ്ലീറ്റ്ലി കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്. സോ ഐ സ്റ്റാർട്ട്. സ്ക്രീൻ ഷെയർ ചെയ്യാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം, പക്ഷെ മോസ്റ്റ്ലി ഐ വുഡ് ലൈക്ക് ടു ഇന്ററാക്ട് ആൻഡ് ഹാവ് ഡിസ്കഷൻസ്. അപ്പം ഞാൻ ഷെയർ ചെയ്തിട്ട് പിന്നെ ഐ കം സ്വിച്ച് ബാക്ക് ഇൻ ടു ദ മെയിൻ സ്ക്രീൻ. അങ്ങനെ ചെയ്യാം. ഷെയർ ആക്കി തോന്നി. ത്രീ സ്റ്റേജസ് ആണ് കൗൺസിലിങ്ങിന് ഉള്ളത് ഈഗൻസ് മോഡലിനുള്ളത്. സ്റ്റേജ് 1 is problem exploration and clarification. Stage 2 is developing new perspectives and setting goals. Stage 3, the counselor encourages, supports and motivates clients to take risk and act. വളരെ സിമ്പിൾ ആയിട്ടാണ് ഈഗൻ ഈ വേർഡ്സ് ഫോം ചെയ്തിട്ടുള്ളതും സ്റ്റേജിനെ ഡിമാർക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇന്ന് ഐഡിയലി നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്, പ്രോബ്ലം എക്സ്പ്ലോറേഷൻ ആൻഡ് ക്ലാരിഫിക്കേഷൻ. നൗ ഓരോ സ്റ്റേജിനും 3 സബ് സ്റ്റേജസ് ഉണ്ട്. നമ്മൾ ഓരോ സ്റ്റേജും വിസിറ്റ് ചെയ്യുമ്പോൾ അതിന്റെ 3 സബ് സ്റ്റേജസും ആയിരിക്കും എക്സ്പ്ലെയിൻ ചെയ്ത് പോവുക.
സോ ഫസ്റ്റ് ഞാൻ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, 17 ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പം ആരെങ്കിലും ഇടയ്ക്ക് വെച്ച് കയറിയിട്ടുണ്ടെങ്കിൽ ഐ വിൽ റിപ്പീറ്റ്. നമ്മൾ ഈഗൻസ് കൗൺസിലിംഗ് സ്റ്റേജസിനെ കുറിച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റേജ് ആണ് ഇന്നത്തെ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോകുന്നത്. എന്താണ് കൗൺസിലിംഗിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്? എന്താണ് വാട്ട് ഈസ് ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ കൗൺസിലിംഗ്? ചാറ്റ് ആയിട്ടോ വോയിസ് നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്തിട്ടോ പറയാം. എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ കൗൺസിലിംഗ്? when a client comes in front of you, rapport building. Yes, rapport building ആണ് first step. Forming trust, forming a relationship of trust. Rapport building ആണ് first step എന്ന് പറയും. And that is what the first stage of goal of the first stage. ഈഗന്റെ first stage ന്റെ goal എന്ന് പറയുന്നതും trust form ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പ് ഫോം ചെയ്യാം, ട്രസ്റ്റ് ഉള്ള ഒരു റിലേഷൻഷിപ്പ് ഫോം ചെയ്യാം. ഓൺ ദാറ്റ് എവറിത്തിങ് എൽസ്. ദാറ്റ് ഇസ് പ്രോബ്ലം എക്സ്പ്ലോറേഷൻ ആൻഡ് ക്ലാരിഫിക്കേഷന്റെ ഗോൾ ഇസ് ബിൽഡിംഗ് rapport. So before going into അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുന്നേ I would like you to do an activity, come back and then reflect about it. Okay അല്ലേ? എല്ലാവർക്കും ഓഡിബിൾ ആണെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് സ്ക്രീനിൽ ആരെയും കാണാനില്ല. അപ്പൊ ഞാനിപ്പോ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ നിങ്ങളെ ഗ്രേറ്റ് ഞാൻ നിങ്ങളെ ഗ്രൂപ്പ് ഓഫ് 16 ഗ്രൂപ്പ് ഓഫ് 2 ആക്കാം. നിങ്ങളെ ഗ്രൂപ്പ് ഓഫ് 2 ആക്കിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം ജോയിൻ ചെയ്തവർക്ക് അറിയാൻ പറ്റും. നിങ്ങൾ ഓരോ റൂമിലേക്ക് ആക്കാം. ആൻഡ് ആക്ടിവിറ്റി ഐ എം ഗോയിങ് ടു ഗിവ് യു ഇസ്, നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാം. നിങ്ങൾ 2 പേരുണ്ടാകും. ഒരാള് ഇന്നത്തെ ദിവസത്തെ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ മറ്റേയാള് ലിസൺ ചെയ്യാം. അതേപോലെ തന്നെ മറ്റേയാള് ഇന്നത്തെ ദിവസത്തെ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ ഇപ്പുറത്തെ ആള് ലിസൺ ചെയ്യാം. ഓക്കെ, ദിസ് ഇസ് ദി ആക്ടിവിറ്റി. എല്ലാവർക്കും ആക്ടിവിറ്റി ക്ലിയർ ആണല്ലോ അല്ലെ? കഴിഞ്ഞ പ്രാവശ്യം പെട്ടെന്ന് ഞാൻ റൂമിലേക്ക് ആക്കിയതിന് ശേഷം ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായി. യെസ് മാം. യെസ്, ഓക്കെ, ഗ്രേറ്റ്. അപ്പം തിരിച്ചു വന്നിട്ട് when you are listening, I want you to observe what and all is happening in you with the other person, all of that, verbally, non-verbally, എല്ലാം. ഓക്കെ, അപ്പം ഒരാൾ പറയുമ്പം മറ്റേ ആൾക്ക്, ഞാനാണ് എൻ്റെ ഡേ പറയുന്നതെങ്കിൽ വാട്ട് ഈസ് ഹാപ്പനിങ് ആസ് എ ലിസണർ കൗൺസിലർ, വാട്ട് ഈസ് ഹാപ്പനിങ് ആസ് എ ക്ലൈന്റ്, വാട്ട് ഈസ് ഹാപ്പനിങ്. സ്വിച്ച് ചെയ്യുമ്പോഴും ആസ് എ ക്ലൈന്റ് വാട്ട് ഈസ് ഹാപ്പനിങ് ടു മീ, വാട്ട് ഈസ് ആസ് എ കൗൺസിലർ വാട്ട് ഈസ് ഹാപ്പനിങ്. ഒബ്സർവ് ദാറ്റ്, വിത്ത് ദാറ്റ് ഇന്റൻഷൻ narrate your story. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങളെ ഗ്രൂപ്പ് ഓഫ് 2 ആയിട്ട് I am going to പത്ത് മിനിറ്റ് എടുക്കാം അല്ലെ? ഞാൻ ഒന്നുകൂടി പറയാം. നിങ്ങളെ വീണ്ടും ആൾക്കാർ ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ വാട്ട് ഐ എം ഗോയിങ് ടു ഡു ഇസ്, ഒന്നുകൂടി പറയാം, നിങ്ങളെ ബ്രേക്ക് ഔട്ട് റൂമിലേക്ക് ആക്കാൻ പോവാണ്. ആസ് എ നമ്പർ ഇസ് ഇൻക്രീസിങ്, ഞാൻ 3 പേരുള്ള ബ്രേക്ക് ഔട്ട് റൂമിലാക്കാൻ പോവാണ്.
ഒരാള് ക്ലയന്റ് ആവുക, ഒരാള് കൗൺസിലർ ആവുക, ഒരാള് ഒബ്സർവർ ആവുക. ഞാൻ ഒന്നുകൂടി ഒന്ന് റീഫോം ചെയ്തിട്ടുണ്ട്. ഐ എം റിപ്പീറ്റിംഗ്. ഒരാള് ക്ലയന്റ്, ഒരാള് കൗൺസിലർ, ഒരാള് ഒബ്സർവർ. ക്ലയന്റ് ഞാൻ പറയുന്ന ആള് ചെയ്യേണ്ടത് ഇന്നത്തെ ദിവസം ഒന്ന് നരേറ്റ് ചെയ്യാം വിത്ത് ഓൾ ദി ഫീലിംഗ്, തിങ്കിങ്, ഓൾ ഓഫ് ഇറ്റ്. ഇന്നത്തെ ദിവസം ഒന്ന് നരേറ്റ് ചെയ്യാം. കൗൺസിലർ ചെയ്യേണ്ടത് ലിസൺ ടു ഇറ്റ്. ഒബ്സർവർ ചെയ്യേണ്ടത് വാട്ട് ഈസ് ഹാപ്പനിങ് നോൺ വെർബലി, വെർബലി എന്തൊക്കെയാണ് നടക്കുന്നത് ഇൻ ദ റൂം. ഇസ് ദാറ്റ് ഓക്കെ? എല്ലാവർക്കും ക്ലിയർ ആണല്ലോ അല്ലെ? Yes. യെസ്. അപ്പൊ ഞാൻ 3 പേരുള്ള ഗ്രൂപ്പാണ് ആക്കിയിട്ടുള്ളത്. ഇനി ഏതെങ്കിലും റൂമിൽ 2 പേരുണ്ടെങ്കിൽ ലെറ്റ് ഇറ്റ് ബി. മാം നമ്മൾ 2 പേര് മാത്രമേ ഉള്ളൂ. മതി, നിങ്ങൾ 2 പേര് മതി. നിങ്ങൾ 2 പേരും ഒരാള് ഇന്നത്തെ ഡേ നരേറ്റ് ചെയ്താൽ മതി. ടൈം ഉണ്ടെങ്കിൽ മറ്റേ ആളും കൂടെ നരേറ്റ് ചെയ്താൽ നമ്മൾ ക്ലയന്റും കൗൺസിലറും മാത്രം ആയാൽ മതിയോ? മതി. ഓക്കെ. നാഫിക്ക് ഏതെങ്കിലും ഗ്രൂപ്പ് കയറണമെങ്കിൽ അത് നല്ലതായിരിക്കും.
എല്ലാവർക്കും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലേ? No, ma'am. ഓക്കെ. ഒരാൾക്കേലും നരേറ്റ് ചെയ്യാൻ പറ്റിയില്ലേ? മാം ഒരാൾക്ക് പറ്റിയിട്ടുണ്ട്, രണ്ടുപേരും കൂടെ complete. ഓക്കെ ഫൈൻ. ഒരാൾക്കെങ്കിലും പറ്റിയാൽ ദാറ്റ്സ് ഫൈൻ. ഐ തിങ്ക് ഈ ടൈം ലിമിറ്റ് എന്ന രണ്ടുപേർക്കും അത് ഡിഫിക്കൽട്ട് ആയിരിക്കും. ഓക്കെ, സോ ലെറ്റ്സ് കണ്ടിന്യൂ. ദർ ഇസ് വൺ മോർ ആക്ടിവിറ്റി. അപ്പം ഐ തിങ്ക് ദി അതർ പേഴ്സൺ ക്യാൻ ഓൾസോ കണ്ടിന്യൂ ചെയ്യാം അല്ലേ? ഇസ് ദാറ്റ് ഓക്കെ? Yes, ma'am. Okay, great. So, how was the experience? Observers ഉണ്ടെങ്കിൽ what did you observe with the client and the counselor? Body posture, verbal, non-verbal. അല്ലെങ്കിൽ ആസ് എ ക്ലൈന്റ് മാം ഞാൻ കൂടുതലും ക്ലൈന്റ് ആണ് ആയത്, പക്ഷെ രണ്ടാമത്തെ ആളുടെ ജസ്റ്റ് കുറച്ച് നേരെ കേൾക്കാൻ പറ്റുള്ളൂ. ഓക്കെ പക്ഷെ ഐ തിങ്ക് ദ കൗൺസിലർ വാസ് ക്വൈറ്റ് ക്യൂരിയസ് ടു നോ അബൌട്ട് ദി അതർ പേഴ്സൺ, വിച്ച് ഈസ് ഗുഡ്. അപ്പോ ആ ഒരു റാപ്പോ ഒരു സ്റ്റാർട്ടിങ്ങിനുള്ള ഒരു പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല. പിന്നെ വീഡിയോ ഓണല്ല, ഞങ്ങള് ബാക്കി രണ്ടുപേരും ഹോസ്റ്റലേഴ്സ് ആയതുകൊണ്ട് വീഡിയോ ഓണായിരുന്നില്ല. നോൺ വെർബലി ഇറ്റ് വാസ് ലൈക്ക് കമ്മ്യൂണിക്കേഷൻ അങ്ങനെ ഒരു ഇഷ്യൂ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഓൾറെഡി മറ്റേ ആൾ ഓൾറെഡി പ്രൊഫഷണൽ ആയതുകൊണ്ട് അതിന്റെ ഒരു എന്താ പറയാ അതും ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ക്യൂരിയസ് ആയിരുന്നു എന്ന് പറയുമ്പോൾ വിത്ത് വേർഡ്സ് ആണല്ലോ അല്ലെ? ക്യാമറ ഓൺ ആയിരുന്നില്ല. അല്ല, വിത്ത് വേർഡ്സ് ഐ ആം സേയിങ്. ഓക്കെ ഓക്കെ. And then towards the end you said professional ആയതുകൊണ്ട് what was okay എന്ന് പറഞ്ഞു? ആയതുകൊണ്ട് she knew how to handle the client. No, that was good. Okay. Okay. I'm wondering how to handle എന്ന് പറയുമ്പോൾ whether questioning അല്ലെങ്കിൽ any statement. അങ്ങനെയല്ല, ഒരു ജെനുവൻ ഒരു ഇൻട്രസ്റ്റ് കാണിച്ചിരുന്നു. Okay. Okay. With words again. Yes. Okay. See how interesting it is to understand that with words curiosity, genuinity, interest ഉണ്ട്, commitment ഉണ്ട് എന്നുള്ളത് വീഡിയോ ഒന്നും ഓൺ അല്ല. Yet with the words, with the tone of it, with the using of words and placement of it, the observer could pick it up. Nice, very nice. വേറെ ആരെങ്കിലും വീഡിയോ ഓൺ ആക്കി ചെയ്തിരുന്നോ? എൻ്റെ ഒരു അസംഷൻ നിങ്ങൾ കുറച്ച് ചെറിയൊരു ഗ്രൂപ്പ് ആയപ്പം വീഡിയോ ഓൺ ആക്കിയിട്ടായിരിക്കും ഇന്ററാക്ട് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളതായിരുന്നു. വേറെ ആരെയും വീഡിയോ ഓൺ ആക്കിയിട്ട് ബോഡി ലാംഗ്വേജ് കൂടെ ശ്രദ്ധിക്കാൻ പറ്റിയിരുന്നു ബോത്ത് ദി ക്ലൈന്റ് ആൻഡ് ദി കൗൺസിലർ? നോബഡി. ആരും വീഡിയോ ഓൺ ആക്കിയില്ല. ഹലോ മാം. യെസ്. ഞങ്ങള് രണ്ടുപേര് മാത്രമായിരുന്നു റൂമില്. ഓക്കെ. ഞങ്ങള് വീഡിയോ ഓൺ ആക്കിയിട്ടായിരുന്നു സംസാരിച്ചത്. ഞാൻ ക്ലൈന്റ് ആയിരുന്നു. അപ്പോ എനിക്ക് ഫീൽ ചെയ്യുന്ന വെച്ചാല് ഞാൻ എന്താ പറയാ എന്റെ ഡേ ഡിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ഉള്ള എന്താ പറയാ എന്റെ ഇന്നത്തെ ഡേ ഭയങ്കര പീസ്ഫുൾ ആയിരുന്നു, ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പൊ അതെനിക്ക് ഭയങ്കര റിഫ്ലക്റ്റഡ് ആയിട്ട് കാണായിരുന്നു എന്റെ തെറാപ്പിസ്റ്റിന്റെ കയ്യിൽ നിന്ന്. അപ്പോ എനിക്ക് ഭയങ്കര എന്താ പറയാ എന്നെ ആ ഡേനെ കുറിച്ച് കൂടുതൽ ഡിസ്ക്രൈബ് ചെയ്യാനുള്ള ഒരു ഇത് കിട്ടി. ഓവറോൾ ഗുഡ് ആയിരുന്നു. കാണുമായിരുന്നു എന്ന് പറഞ്ഞാല് കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ആക്ഷൻ ഉണ്ടോ, അല്ലെങ്കിൽ കണ്ണുകളിലോ ഫേഷ്യൽ എക്സ്പ്രഷനിലോ ഇത് സംതിങ് യു കെൻ റിഫ്ലക്ട്, സംതിങ് സ്ട്രൈക്ക് യു, ലെറ്റ് യു എക്സ്പ്ലെയിൻ മോർ? എനിക്ക് എന്താ പറയാ കണ്ണിന്റെ ഐ കോണ്ടാക്ട് കുറച്ചും കൂടി
ഭയങ്കര സ്ട്രോങ് ആയിട്ട് തോന്നി. അതേപോലെ തന്നെ ഫേഷ്യൽ എക്സ്പ്രഷൻ കുറച്ചും കൂടി എന്താ പറയാ ആ ഒരു സന്തോഷം എനിക്ക് കാണായിരുന്നു ആ ഇന്ററാക്ഷനില്, ചിരി അതൊക്കെ. പിന്നെ കുറച്ചും കൂടി ഒരു ലീൻ ടുവേർഡ് ആ ഒരു ബോഡി ഇതാണ് കിട്ടിയത്. വെരി നൈസ്. എക്സാക്ട്ലി. അഗൈൻ എനിക്ക് കുറച്ചും കൂടെ ഹരിത പറഞ്ഞത് എനിക്ക് കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. എനിക്ക് കുറച്ചും കൂടി അത് റിഫ്ലക്റ്റഡ് ആയി തോന്നി, അവിടെ അത് ഇമ്പാക്ട് ചെയ്തു എന്ന് എനിക്ക് ഫീൽ ചെയ്തു എന്നുള്ള രീതിയിലാണ് ഹരിത പറഞ്ഞത്, ഇഫ് ഐ എം നോട്ട് റോങ്. ആൻഡ് ദ ബോഡി ലാംഗ്വേജ്, ഐ കോണ്ടാക്ടിനെ കുറിച്ചൊക്കെ അത് പറയുണ്ടായി. വെരി നൈസ്. സോ ദാറ്റ് ഈസ് അഗെയിൻ ദ പോയിന്റ് വിച്ച് ഐ എം ഗെറ്റിംഗ് ഇൻ ടു. അപ്പൊ ഞാൻ വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്യണമെങ്കിൽ യു ക്യാൻ അൺമ്യൂട്ട് ആൻഡ് ഷെയർ. ഇനി ക്ലയൻസിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ കൗൺസിലറുടെ ഭാഗത്തുനിന്ന് ആസ് എ ലിസണർ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് പറഞ്ഞാൽ നല്ലതായിരുന്നു. ആൻഡ് മീൻ ടൈം ഞാൻ ഷെയർ ചെയ്യുകയും ചെയ്യാം. ആസ് എ ലിസണർ ഹൗ വാസ് ഇറ്റ്? ഒബ്സർവർ പറഞ്ഞു, ക്ലയന്റിന്റെ പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞു, നരേറ്ററുടെ പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞു. ആസ് എ ലിസണർ ഹൗ വാസ് ഇറ്റ് ഫോർ യു? മാം, ആക്ച്വലി ഞങ്ങള് വീഡിയോ ഓൺ ആക്കിയിട്ട് ചെയ്ത സമയത്ത് സംസാരത്തിനിടയിൽ ഒബ്സർവിംഗ് ഒന്നും നടന്നില്ല മാം. ആക്ച്വലി എന്റെ ഭാഗത്തുനിന്ന് ഞാൻ അത് കേൾക്കുന്നതിലും അവര് പറയുന്നത് കേൾക്കുന്നതിലും ഉള്ള കോൺസെൻട്രേഷനിലായതുകൊണ്ട് ആ ഒരു ഇതിലായിരുന്നു ഫോക്കസ് ഉണ്ടായിരുന്നത്. ആളുടെ ഒന്നാമത്തെ ക്ലാരിറ്റിയുടെ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു എനിക്ക്. അതുകൊണ്ട് തന്നെ ആളുടെ ബാക്കി ഞാൻ അധികം ശ്രദ്ധിക്കാൻ പറ്റിയില്ല. നിങ്ങള് ലിസണർ ആയിരുന്നു എന്നാണ് പറഞ്ഞത് അല്ലെ? യെസ് മാം, ലിസണർ ആയിരുന്നു. അപ്പൊ ആസ് എ ലിസണർ എന്താണ് കംപ്ലീറ്റ്ലി ലിസണിങ്ങിലായിരുന്നു എന്ന് പറഞ്ഞു. വാട്ട് വാസ് ദാറ്റ് യു ആർ ഇൻവോൾവ് ഇൻ? വാട്ട് ഡിഡ് യു ലിസൺ ടു? ലൈക്ക് വാട്ട് വാസ് ദ എക്സ്പീരിയൻസ് ഓഫ് ലിസണിങ്? മാം, ആള് കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ഒരു ബോണ്ട്, അവിടെ ഒരു ബോണ്ടിങ് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ, ഫൈൻ. So moving on, thank you for sharing everyone. ഇനിയുള്ള നമ്മൾ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ മാക്സിമം വീഡിയോ ഓൺ ആക്കി ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ അതിന്റെ അർത്ഥം നിങ്ങൾ കുറച്ചുകൂടി പ്ലാൻ ചെയ്തിട്ട് നെറ്റുള്ള സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ വൈഫൈ ഉള്ള സ്ഥലങ്ങളിലോ നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി മോർ ഹെൽപ്ഫുൾ. കാരണം നമ്മൾ കൗൺസിലിംഗ് ആയതുകൊണ്ട് തന്നെ നോൺ വെർബൽ ആട്രിബ്യൂട്ട്സ് ആർ ആസ് മച്ച് as ഇമ്പോർട്ടന്റ് ആസ് വെർബൽ ആട്രിബ്യൂട്ട്സ്. അപ്പം ഇറ്റ് വിൽ ബി എഫക്റ്റീവ്. നിങ്ങൾ ഇപ്പൊ തന്നെ അങ്ങനെ ഇതൊരു വീഡിയോ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് അതിനെ നെഗോഷിയേറ്റ് ചെയ്യുക, അതിനെ അവോയ്ഡ് ചെയ്യാതെ അതും കൂടി കണക്കിലെടുത്തിട്ട് മേക്ക് മാക്സിമം യൂസ് ഓഫ് ഇറ്റ്. ഓക്കെ, സോ മൂവിങ് ഓൺ. പ്രീ ഹെൽപ്പിംഗ് ഫേസ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ. സ്റ്റേജ് 1 3 സബ് സ്റ്റേജസ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റേജ് ഇസ് പ്രോബ്ലം എക്സ്പ്ലോറേഷൻ ആൻഡ് ക്ലാരിഫിക്കേഷൻ. അതിൽ പാർട്ട് 1 ഇസ് പ്രീ ഹെൽപ്പിംഗ് ഫേസ്. പ്രീ ഹെൽപ്പിംഗ് ഫേസിൽ ഒരു ഇമ്പോർട്ടൻറ്റ് സ്കില്ല് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. ഒബ്വിയസ്ലി ഈ സ്റ്റേജിൽ മാത്രമല്ല, എല്ലാ സ്റ്റേജിലും കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ കുറച്ചുകൂടി ഹൈലൈറ്റ് ആയി കാണിക്കും, ബിക്കോസ് റാപ്പോ ബിൽഡിംഗ് ആണ് ഇവിടുത്തെ മേജർ ഗോൾ എന്ന് പറയുന്നത്. ഇതൊരു വീഡിയോ ഒരു റെപ്രസെന്റേഷൻ ആണ്, വിച്ച് ഇസ് ഫസ്റ്റ് നിങ്ങൾക്ക് കാണാം ക്ലയന്റ് എക്സ്പ്രസസ് ആൻഡ് എക്സ്പീരിയൻസ്, കൗൺസിലർ ഓൺ ദി റൈറ്റ് സൈഡ്, കൗൺസിലർ അറ്റൻഡ്സ് ആക്റ്റീവ്ലി ആൻഡ് ലിസൺ. ഇതിൽ വെർബലിയും നോൺ വെർബലിയും ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ അതിന്റെ താഴെ നിങ്ങൾക്ക് കാണാം ഹെൽപ്പി നോയ്സ് ആൻഡ് ഹെൽപ്പർ നോയ്സ്, വിച്ച് ഐ വിൽ ടെൽ യു നൗ വാട്ട് ഇറ്റ് ഈസ്, ആൻഡ് റിയാക്ഷൻ ആൻഡ് റെസ്പോൺസ്. നൗ ഫസ്റ്റ് സ്റ്റേജ് ഇസ് അബൌട്ട് നരേറ്റിംഗ്. ക്ലയന്റ് ക്ലിയർ ആയിട്ട് നരേറ്റ് ചെയ്യാണ്. അത് കൗൺസിലേഴ്സ് responsibility is to understand the problem from the client's perspective. So attending and listening is how the counselor understand the problem from the client's perspective. Effective communication ആണ് ഇവിടെ ഇമ്പോർട്ടന്റ്. അതിനു വേണ്ടിയിട്ടുള്ള മൈക്രോ സ്കിൽസ് ആണ് നമ്മളിപ്പം ഞാൻ നേരത്തെ എക്സ്പ്ലോർ ചെയ്യാൻ നിങ്ങളോട് ഇൻവൈറ്റ് ചെയ്തത്. ഫിസിക്കലി യു ക്യാൻ സീ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അറ്റൻഡ് ചെയ്യുന്നതിലൂടെയാണ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഹാപ്പനിങ് വിത്ത് ദ ക്ലയന്റ്. ലുക്ക് ക്ലയന്റിന്റെ പെർസ്പെക്റ്റീവിന്ന് മനസ്സിലാക്കാനൊക്കെ ശ്രമിക്കാൻ പറ്റുക. അതിൽ ഹെൽപ്പ് ചെയ്യുന്ന കൗൺസിലറിൽ ഹെൽപ്പ് ചെയ്യുന്ന മൈക്രോ സ്കിൽസ് ആണ്. ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ സ്കിൽസ് ഇവിടെ കാണാം.
ഫിസിക്കലി ചെയ്യാൻ പറ്റുന്നത് ഫസ്റ്റ് ഒക്കെ ഇപ്പൊ ഇന്നൊക്കെ ഇപ്പൊ എന്നോട് ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ ഈ ക്ലാസ് എടുക്കുമ്പോഴാണ് ഞാനും കോൺഷ്യസ് ആവുന്നത് ഞാൻ ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ വളരെ ഓട്ടോമാറ്റിക് ആയിട്ട് എന്നുള്ളത്. അപ്പം ഇനീഷ്യൽ സ്റ്റേജിൽ ഇത് കുറച്ച് കോൺഷ്യസ് ആയിട്ട് ചെയ്യുമായിരിക്കാം, ബട്ട് ലേറ്റർ ഇറ്റ് വിൽ കം ഓട്ടോമാറ്റിക്കലി ബിക്കോസ് ഇറ്റ്സ് എ പ്രോസസ്. ഇൻ ദ പ്രോസസ്, അറ്റൻഡിങ് പ്രോസസ്സിൽ ഇതെല്ലാം കുറച്ചുകൂടി എൻഹാൻസ് ചെയ്യും. ഫേസിങ് സ്ക്വയർലി, അതായത് നേരെ ഇരിക്കുക, സ്ക്വയർ ആയിട്ട് ഇരിക്കുക, ഓപ്പൺ പോസ്ചറോടെ ഇരിക്കുക, ക്ലോസ്ഡ് ആയിട്ട് ഇരിക്കാതിരിക്കുക, ലീനിങ് ടുവേർഡ്സ് ക്ലൈന്റ്. ഐ എം റിയലൈസിങ് ഈവൻ ഞാനിപ്പം ക്ലാസ് എടുക്കുമ്പോൾ വരെ ഞാൻ ലീൻ ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുക, റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. അപ്പൊ ഇതെല്ലാം ഈസ് എ നോൺ വെർബൽ ഇൻഡിക്കേഷൻ ടു ദ ക്ലൈന്റ് ദാറ്റ് ഐ ആം കംപ്ലീറ്റ്ലി അറ്റൻഡിങ് ടു യു. ഇതെല്ലാം ഒരു ഇൻഡിക്കേഷൻ ആണ് ദാറ്റ് ഐ ആം കംപ്ലീറ്റ്ലി അറ്റൻഡിങ് ടു യു, കട്ടിങ് ഔട്ട് ഓൾ ദ നോയ്സസ് ഇൻസൈഡ് മീ ആൻഡ് ഔട്ട്സൈഡ് മീ. അപ്പൊ എന്റെ ഉള്ളിലെ എല്ലാ ചിന്തകളെയും, ഇൻസൈഡ് മീ എന്താണ് നോയ്സസ് ഇൻസൈഡ് മീ, ദാറ്റ് എന്റെ ഉള്ളിലെ എല്ലാ ചിന്തകളെയും ഡിസ്ട്രാക്ഷൻസിനെയും എല്ലാം ഞാൻ പോസ് ചെയ്തിട്ട് ഐ എം കംപ്ലീറ്റ്ലി ലിസണിങ് ടു യു. സോ അത് ഞാൻ നോൺ വെർബലി ഫിസിക്കലിയും കൂടെ കാണിക്കുകയാണ്. ആൻഡ് ഇറ്റ്സ് ഓൾസോ വേ ഓഫ് കോൺഷ്യസ്ലി ആൻഡ് അൺകോൺഷ്യസ്ലി ബീങ് വിത്ത് ദ ക്ലൈന്റ്. അപ്പൊ ഐ കോണ്ടാക്ട് നേരത്തെ പറയണ്ടായി. ഐ കോണ്ടാക്ട് ഇസ് എ വെരി പവർഫുൾ ടൂൾ. Leaning towards the client, open posture so that if I am not close to any of one of your ideas, facing directly, and relaxed is one of the other major thing. നിങ്ങൾ എത്രത്തോളം റിലാക്സ്ഡ് ആണോ ആ ടോണിങ്ങിലേക്ക്, വി സേ ദാറ്റ് ട്യൂണിങ് ടു ദ ക്ലൈന്റ് എന്ന് പറയില്ലേ, അതിലേക്ക് ട്യൂണിങ് ചെയ്യാൻ പറ്റും ക്ലയൻസിന്. നമ്മൾ എത്രത്തോളം റിലാക്സ്ഡ് ആണോ അതിലേക്ക് ട്യൂണിങ് ചെയ്യാൻ പറ്റും ക്ലയൻസിന്. അതേസമയം ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ അതിലേക്ക് ഇഫ് വി ആർ സം എനിവേ ബിൽഡപ്പ് ആയി കഴിഞ്ഞാൽ, വയർഡപ്പ് ആയി കഴിഞ്ഞാൽ, ക്ലയൻസ് ഓൾസോ പിക്ക് ഇറ്റ് വെരി ഈസിലി. എസ്പെഷ്യലി ഫസ്റ്റ് സ്റ്റേജിൽ, റാപ്പ് ഒന്നും ബിൽഡ് ചെയ്യാത്ത സ്റ്റേജിൽ അവരുടെ ഒരു അസംഷൻ ഉണ്ടാവും അബൌട്ട് എവരി ഹ്യൂമൻ ബീങ്. ദിൽ ഈസിലി പിക്ക് അപ്പ് ദാറ്റ് ഈവൻ ഇഫ് യു ഡിഡ് നോട്ട് ഇന്റന്റ്, ഞാൻ ഒരു രീതിയിലുള്ള ഹാമോ അല്ലെങ്കിൽ ഡിസ്ട്രസ്റ്റോ ഇന്റന്റ് ചെയ്തില്ലെങ്കിലും അവരുടെ ഒരു അസംഷനിലേക്ക് അതെന്താവും, വയേർഡ് ആവും. അപ്പം ഇവിടെ നേരത്തെ പറയണ്ടായി എനിക്ക് ഫേഷ്യൽ എക്സ്പ്രഷൻ കണ്ടതുകൊണ്ട് ഐ കുഡ് പിന്നെയും എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റിയെന്നുള്ളത്. അപ്പം ഈ ഒരു എല്ലാ ഫിസിക്കൽ ഫീച്ചേഴ്സും ഇതിനെ ഇമ്പാക്ട് ചെയ്യും. അതേപോലെ തന്നെ സൈക്കോളജിക്കലി ഓൾസോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ presence, empathetic presence, cutting out all the noise inside and outside and showing care and trust. And ഇത് ലിസൺ ചെയ്യുന്നത്, അറ്റൻഡ് ചെയ്യുന്നത്, ലിസണിങ് ഇസ് ദി ഔട്ട്കം ഓഫ് അറ്റൻഡിങ്. അറ്റൻഡ് ചെയ്യുന്നത് ഇറ്റ് ഇസ് ടു ഡീകോഡ് ദി എൻകോഡഡ് മെസ്സേജസ്. അതായത് അവർ പറയുന്നതിന്റെ ഉള്ളിൽ പറയാതെ കിടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ആദ്യം മുതലേ ഒരു ഐഡിയ ഉണ്ടാവാനും കൂടിയാണ് ദിസ് അറ്റൻഡിങ് ആൻഡ് ലിസണിങ്. ഒബ്വിയസ്ലി ഇറ്റ് ഇസ് very much important എല്ലാ സ്റ്റേജും. Now listening is the result of attending. Attending and listening happens. അത് ആക്റ്റീവ് ആൻഡ് ടോട്ടൽ ആയിരിക്കണം. ദാറ്റ് ഇസ് പാർഷ്യൽ ലിസണിങ് അല്ല, പാസീവ് ലിസണിങ്, കംപ്ലീറ്റ് ലിസണിങ് ആയിരിക്കണം. തോട്ട്സ്, ഫീലിങ്സ്, ബിഹേവിയർ, എക്സ്പീരിയൻസ് എല്ലാത്തിനെയും ടോട്ടാലിറ്റിയിൽ അവരത് പറയുമ്പോഴും ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ഇൻ അവർ മൈൻഡ് വാട്ട് ഇസ് ദ തോട്ട് ഹാപ്പനിങ്, ക്ലയന്റിന്റെ തോട്ട്സ് എന്താണ്, ഫീലിങ്സ് എന്താണ്, ബിഹേവിയർ എന്താണെന്നുള്ള ഒരു നോട്ട് ഉണ്ടായിരിക്കും. The purpose is to decode that message. Yes. Very clear ആണല്ലോ അല്ലേ? Yes. Yes, great. അപ്പൊ നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ടാവും ഇപ്പൊ ലിസൺ ചെയ്തപ്പോ യു മൈറ്റ് ഹാവ് ഒബ്സർവ്ഡ്. ഞാൻ ലിസണിങ് തന്നെ പറയാൻ കാരണം, നിങ്ങളുടെ ഒരു ഡേ എടുക്കാൻ പറയാൻ തന്നെ കാരണം, I have seen the tendency to get into problem solving in the first stage itself. അപ്പൊ ഞാൻ വർക്ക്ഷോപ്പ് ഒക്കെ ചെയ്യുമ്പം ഞാൻ യൂഷ്വലി പറയും, നിങ്ങളൊരു പ്രോബ്ലം പ്രസന്റ് ചെയ്തിട്ട് ലിസൺ ചെയ്യാൻ പറയുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ളത് they come back after activity and tell me that പക്ഷെ അവർ പറഞ്ഞ പ്രോബ്ലത്തിന് എനിക്ക് സൊല്യൂഷൻ അല്ലെങ്കിൽ എനിക്ക് സോൾവ് ചെയ്യാൻ എങ്ങനെയാണെന്നും അറിയണ്ടായിരുന്നില്ല. നമ്മൾ അവിടെ ഒന്നും എത്തിയിട്ടില്ല, നമ്മൾ ആ ലിസണിങ് ആണ് എത്തിയിട്ടുള്ളത്. Listening is a very crucial step. Very crucial എന്ന് പറഞ്ഞാൽ പറ്റില്ല. Listening is the first step. അതില്ലാണ്ട് മറ്റേലേക്ക് ചാടാൻ കഴിയില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ നിങ്ങളടുത്ത് ഇന്നത്തെ ദിവസം തന്നെ എടുക്കാൻ പറയാൻ കാരണം. സോ ഫസ്റ്റ് തിങ്, മേജർലി ഫസ്റ്റ് സെഷൻ ഗോസ് ഇൻ ടു ലോട്ട് ഓഫ് ലിസണിങ്. ലിസണിങ്, അണ്ടർസ്റ്റാൻഡിങ് ദ പ്രോബ്ലം ഫ്രം ദി ക്ലയൻസ് പെർസ്പെക്റ്റീവ്. അപ്പൊ ആദ്യം തന്നെ റിലാക്സ്ഡ് ആയി ലിസൺ ചെയ്യാന്നുള്ളതാണ്. ഇതിന് ശേഷമാണ് വാട്ട് ഇസ് നീഡ് ടു ബി ഡൺ എന്നുള്ളതൊക്കെ അതിനുശേഷം ഒരുപാട് കഴിഞ്ഞതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ വരുന്നത്. ലിസണിങ് ഇസ്
inevitable and very crucial in the first stage. The first stage സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഹെൽപ്പർ റെസ്പോൺസ് ആണ്. അപ്പൊ നേരത്തെ നമ്മൾ കണ്ടു 3 ഹെൽപ്പിംഗ് ഫേസ് ആണ്. അതിൽ കുറേം കൂടെ ലിസണിങ്, അറ്റൻഡിങ് ആണ്. അതായത് വേർബലി ഉള്ളതിനേക്കാളും നോൺ വേർബലിനെയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തത്. നൗ കംസ് ഇൻ ടു സ്ലോലി ഹെൽപ്പർ റെസ്പോൺസസ്. കൗൺസിലറുടെ ഹിയർ ദി ഹെൽപ്പർ ഇസ് കൗൺസിലർ. ഈഗൻ ഹെൽപ്പർ എന്നാണ് എല്ലാത്തിനും വേർഡ് ഹെൽപ്പർ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ബിക്കോസ് ഇറ്റ് ഇസ് എ കോമൺ കൗൺസിലിംഗ് മോഡൽ. So helper responses. There can be helpful and non-helpful response. Client counselor the helpful responses എന്തൊക്കെയാണ്? അപ്പം ഞാൻ പറഞ്ഞു ആദ്യം അറ്റൻഡിങ് ആൻഡ് ലിസണിങ്. നൗ നമ്മൾ റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങാണ്. സൈമിൾട്ടേനിയസ്ലി റെസ്പോണ്ട് ചെയ്യാന്ന് പറയാം. എന്തൊക്കെയാണ് ഹെൽപ്ഫുൾ റെസ്പോൺസസ് ഫ്രം ദി കൗൺസിലേഴ്സ് പാർട്ട്? എന്തൊക്കെയായിരിക്കും ഒരു കൗൺസിലർക്ക് ഫസ്റ്റ് സ്റ്റേജിൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള റെസ്പോൺസസ് കൊടുക്കാൻ പറ്റുക? എന്തൊക്കെ റെസ്പോൺസസ് ആണ്? റാപ്പോ ബിൽഡിങ്ങില് നമ്മൾ കുറെ സ്കിൽസ്, കൗൺസിലിംഗ് സ്കിൽസ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഞാൻ ഇടയ്ക്കിടയ്ക്കൊന്ന് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് സോ ദാറ്റ് എനിക്ക് തിരിച്ച് സ്ക്രീനിലേക്ക് വരാൻ വേണ്ടിയിട്ട്. കൗൺസിലിംഗ്, അക്നോളജ്മെന്റ്, ബ്യൂട്ടിഫുൾ. പാരഫ്രേസിംഗ്, യെസ്. പിന്നെ ഓൺലൈൻ ആണെങ്കിലും ഡയറക്റ്റ് ആണെങ്കിലും ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുക. യെസ്, that is again a response. What are the verbal responses? Empathetic responses. Nice. Summarizing this. Nice. അതിന്റെ അർത്ഥം വാട്ട് ആർ, അതിന്റെ അർത്ഥം നോൺ ഹെൽപ്ഫുൾ റെസ്പോൺസസ് ഉണ്ട് എന്നാണ്. നോൺ ഹെൽപ്ഫുൾ, ഇപ്പൊ ഞാനിപ്പോ ഹെൽപ്ഫുൾ റെസ്പോൺസസ് തന്നെ പറയണ്ടേ, അതിന്റെ അർത്ഥം നോൺ ഹെൽപ്ഫുൾ റെസ്പോൺസസ് ഉണ്ട് എന്നാണോ? Can a counselor respond non-helpfully in a harmful manner? Yes. ക്ലയന്റ് പറയുമ്പോ ഇന്ററപ്റ്റ് ചെയ്യുക. Yes. Interrupting. Then എന്താണ് as a client you don't want from your counselor? Criticism. Criticism, yes, exactly. Then If the counselor checks time in between. Nice. Not ethically, without care and empathy. Okay, അല്ലേ? Yeah. So ഇതൊക്കെ തന്നെയാണ് നോൺ ഹെൽപ്ഫുൾ ആയിട്ടുള്ള. എനിക്ക് വീണ്ടും ഷെയർ ചെയ്യണം. And then come back. Okay. I think it is visible now. So moving ahead. ഹെൽപ്ഫുൾ ആയിട്ടുള്ള റെസ്പോൺസസ് ഉണ്ട്, നോൺ ഹെൽപ്ഫുൾ ആയിട്ടുള്ള റെസ്പോൺസസ് ഉണ്ട്. ഹെൽപ്ഫുൾ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു ലിസണിങ്ങിന്റെ കാര്യം. അക്നോളജിങ്, റിഫ്ലക്റ്റിംഗ്, പാരഫ്രേസിംഗ്, അണ്ടർസ്റ്റാൻഡിങ്, പ്രോബിങ് എല്ലാം ഹെൽപ്ഫുൾ ആയിട്ടുള്ള റെസ്പോൺസസ് ആണ്. അക്നോളജിങ്, റിഫ്ലക്റ്റിംഗ്, പാരഫ്രേസിംഗ്, അണ്ടർസ്റ്റാൻഡിങ്, പ്രോബിങ്, ഈ വേർഡ്സ് അത്രയും യൂസ്ഡും അല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? What is reflecting, what is paraphrasing, what is understanding ഒക്കെ, അണ്ടർസ്റ്റാൻഡിങ് what is probing ഒക്കെ അറിയാത്തവരുണ്ടോ?
ഒന്ന് റേസ് ചെയ്താൽ മതി ഹാൻഡ്. യാ, റിഫ്ലക്റ്റിംഗ്. വേറെ ആരെങ്കിലും, ഇസ് ദർ എനിബഡി ഇൻ ദ ഗ്രൂപ്പ് ഹു നോസ് വാട്ട് ഇസ് റിഫ്ലക്റ്റിംഗ്? Pravin, I'll come into Pravin. ഓക്കെ, ഞാൻ ലിസണിങ്ങിനെ കുറിച്ച് പറഞ്ഞപ്പോ റിഫ്ലക്റ്റിങ്ങിന്റെ വീഡിയോ നിങ്ങൾക്ക് കാണിക്കാം. ഞാൻ ലിസണിങ്ങിനെ കുറിച്ചൊരു സ്റ്റോറി നരേറ്റ് ചെയ്യാം ബൈ ഇൻ ബിറ്റ്വീൻ. അപ്പം എന്റെ ക്ലൈന്റ് ഷീ ഫസ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞത് ദ നീഡ് ഇസ് ദ ഫസ്റ്റ് സെഷൻ. സോ ഷീ ഹാസ് ബീൻ വിത്ത് മീ ഫോർ എ ഇയർ ആൻഡ് 2. സോ നൗ ഞാനിപ്പോ കാണിക്കാം റിഫ്ലക്ഷൻ്റെ ഒരു വീഡിയോ ബൈ ദ ടൈം ഐ നരേറ്റ് എ സ്റ്റോറി, നരേറ്റ് മൈ എക്സ്പീരിയൻസ്. അപ്പോൾ ഫസ്റ്റ് എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ ക്ലൈന്റ് പറഞ്ഞത് സി ഐ ആം ജാസ്മിൻ, ഐ ഫീൽ വെരി ഇൻസെയിൻ ആൻഡ് ഐ വാണ്ട് ടു, ദ ഗോൾ ഇസ് ടു മേക്ക് തിങ്സ് സെയിം ടു മീ. അപ്പം ഇത് a lot of sessions happened. I think after almost എല്ലാ 7 or 10th സെഷനിൽ നമ്മൾ ഒന്നും കൂടെ ബാക്ക് ടു റീവിസിറ്റ് ചെയ്യും. വാട്ട് വാസ് അവർ കോൺട്രാക്ട്, ഗോൾ എന്തായിരുന്നു, എവിടെ വരെ എത്തി ഗോൾ എന്നുള്ളതൊക്കെ. അപ്പം അങ്ങനെ റീവിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഐ ടോൾഡ് ഹർ, സി ദിസ് വാസ് യുവർ ഫസ്റ്റ് word, now where are you? Now after so many session ആൾ എന്നോട് പറയാണ്, I was asking her, എനിക്ക് തോന്നുന്നു എന്തോ ഒരു റിഫ്ലക്ഷന്റെ സമയത്ത് ആൾ എന്നോട് പറയാണ്, ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ജാസ്മിൻ ആ എന്റെ ഫസ്റ്റ് വേർഡ് ഓർത്തിരിക്കും, ദാറ്റ് വാസ് എ ചേഞ്ചിങ് മൊമെന്റ് ഫോർ മീ എന്നുള്ളത്. ഇതൊന്നും ഒരു തിയറിയിലും പറഞ്ഞൊരു കാര്യമില്ല അല്ലെ, ഇപ്പം ഇതിങ്ങനെ പറയണം എന്നുള്ളതൊക്കെ. അത് ഇറ്റ് കെയിം ബിക്കോസ് ഐ ലിസൺഡ് ടു ദ വേർഡ്. എനിക്കത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ആൻഡ് ഐ ഡിഡ് റൈറ്റ് ഇറ്റ് ഇൻ മൈ ഡോക്യുമെന്റ് ദാറ്റ് സി ദിസ് വാട്ട്സ് ദ ഫസ്റ്റ് പ്രസന്റിങ് കംപ്ലൈന്റ് എന്നുള്ളത്. അത് റിഫ്ലക്ട്, അത് റീവിസിറ്റ് ചെയ്യുമ്പോൾ ഐ ടോൾഡ് ദിസ് വാസ് യുവർ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇനി ഞാനത് പറയുമ്പോൾ എൻ്റെ ഡോക്യുമെന്റിൽ ഉള്ളതുകൊണ്ട് മാത്രമല്ല, എൻ്റെ അതെങ്ങനെയാണ് പറഞ്ഞത്, അതിന്റെ കോണ്ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ അത്രയും ഞാൻ അറ്റൻഡ് ചെയ്ത് പറഞ്ഞൊരു കാര്യം, ക്ലൈന്റ് ഒരു ഫ്ലീറ്റിംഗ് മൊമെന്റിൽ പറഞ്ഞൊരു കാര്യമാണ്. പക്ഷെ അത് എത്ര കുറെ സെഷൻ കഴിഞ്ഞിട്ട് എനിക്ക് ഓർമ്മ ഉണ്ട് എന്നുള്ളത് ഹാസ് ഇമ്പാക്റ്റഡ് ദ ക്ലൈന്റ്. ഓക്കെ, അപ്പൊ ജാസ്മിൻ ഇസ് ലിസണിങ് ഇറ്റ് കംപ്ലീറ്റ്ലി. അപ്പോൾ ഷി വാസ് ലൈക്ക്, ഞാൻ അത് ഭയങ്കര ഇമ്പാക്റ്റഡ് ആയിപ്പോയി. ദർ ഇസ് എ ഹ്യൂജ് ലെവൽ ഓഫ് ട്രസ്റ്റ് ദാറ്റ് ഫോംഡ് ദ മൊമെന്റ് ദാറ്റ് യു റിപ്പീറ്റഡ് ദാറ്റ് ആഫ്റ്റർ എ ലോട്ട് ഓഫ് സെഷൻസ്. അപ്പം സിമ്പിൾ തിങ്സ് ലൈക്ക് ദിസ് ക്യാൻ ഇമ്പാക്ട് ക്ലൈന്റ്സ് ഓർ പീപ്പിൾ. ഞാനിപ്പം പ്രസന്റ് ചെയ്യാം. റിഫ്ലക്ഷനെ കുറിച്ചായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. നമുക്ക് ഓഡിയോ കേൾക്കുന്നുണ്ടോ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇല്ലെങ്കിൽ എന്നോടൊന്ന് പറയാം. മാം ഓഡിബിൾ അല്ലല്ലോ. ഓഡിബിൾ അല്ല, ഞാൻ ഓഡിബിൾ ആണെന്ന് വിചാരിച്ചാണ് ഇത്ര നേരം നിന്നത്. ഞാൻ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്യാം. ഇഫ് ഇറ്റ് ഡസന്റ് വർക്ക് ഔട്ട് ഐ വിൽ ടെൽ യു.
ഷെയർ ടാബ്. ഓക്കെ, ടാബ് ഷെയർ ചെയ്താലാണ് ഓഡിബിൾ ആവുക. ഓക്കെ, ഐ ഹോപ്പ് ഇപ്പൊ ഓഡിബിൾ ആണെന്ന് പറയണേ. അതെ അതെ. Reflecting involves repeating back to the client their words exactly as they said them. You can reflect back a whole sentence or just a few key words. It can help a client face their own emotions or thoughts. For example, if a client says, "Sometimes I just feel utterly hopeless, like a big cloud descending on me, utterly overwhelmed." Choosing the words to reflect can help the client understand the strength of their feelings. The therapist could say, "Like a big cloud descending, utterly overwhelmed." The client might respond, "Yes, it's so smothering." Reflecting also shows the client you're trying to understand them better. For more free tips and resources, check out അപ്പം റിഫ്ലക്റ്റിംഗ് ആസ് ദ വേർഡ്, അതിലെ വേർഡ് സിഗ്നിഫൈ ചെയ്യുന്ന പോലെ തന്നെ റിഫ്ലക്ട് ബാക്ക്, അവർ പറയുന്ന തോട്ടിനെയോ ഫീലിങ്ങിനെയോ എക്സ്പീരിയൻസിനെയോ റിഫ്ലക്ട് ബാക്ക് ആൻഡ് സേ ടു ദം. ഫോർ എക്സാമ്പിൾ വെൻ ദേ സേ ഐ ഫീൽ സോ ആൻഡ് സോ, ഓർ ഐ എം, ഞാൻ ഇതിലൂടെയൊക്കെ കടന്നു പോവാന്ന് പറയുമ്പോൾ വെൻ ദേ പോസ് ഐ ക്യാൻ ടെൽ, ഓക്കെ, നിങ്ങൾ ഇതിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നു, അല്ലെങ്കിൽ I see that you are feeling this, you are experiencing this. ഇതൊക്കെ അവർ റിഫ്ലക്ട് ചെയ്യാണ്. അപ്പൊ അതിനെ ഒന്ന് അണ്ടർലൈൻ ചെയ്യും കൂടിയാണ്. അവരെങ്ങാനും ആ ഒരു എക്സ്പീരിയൻസിൽ ആ ബിഹേവിയറിനെയോ തോട്ടിനെയോ ഫീലിങ്ങിനെയോ ഒന്ന് ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ റിഫ്ലക്ട് ചെയ്യുന്നതിലൂടെ അതിനെ അണ്ടർലൈൻ ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും. ഞാനത് ലിസൺ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യും. അതിന് സിഗ്നിഫിക്കൻസ് ഉണ്ട് എന്നുള്ളത്, ദാറ്റ് ഇസ് വാലിഡ് എന്നുള്ളത് റെസ്പോണ്ട് ചെയ്യാൻ കാണിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ദാറ്റ് ഇസ് റിഫ്ലക്റ്റിംഗ്. പാരഫ്രേസിങ്, ഇതേ പറഞ്ഞ പോലെ തന്നെ റീഫ്രേസിങ് ദെയർ വേർഡ്സ്. എഗെയിൻ നമ്മൾ അവർ ലിസൺ ചെയ്യുന്നുണ്ട്, അവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് എത്തുന്നുണ്ട് എന്നുള്ളതൊക്കെ സിഗ്നിഫൈ ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും. അവരുടെ പറഞ്ഞ വാക്കുകളെ ഒന്ന് റീഫ്രേസ് ചെയ്തിട്ട് എഗെയിൻ റിഫ്ലക്റ്റിംഗ് ബാക്ക് ടു ദം. പ്രോബിംഗ് ഇസ് ക്വസ്റ്റനിങ്ങിന്റെ വേറൊരു വാക്കാണ് പ്രോബിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അക്നോളജ്മെന്റ്, അണ്ടർസ്റ്റാൻഡിങ്, റിഫ്ലക്റ്റിംഗ്, പാരഫ്രേസിംഗ് ആർ ഓൾ ഹെൽപ്ഫുൾ റെസ്പോൺസസ്. പ്രോബിംഗ് ഏറ്റവും താഴെ വരുന്നതാണ്. അത് ഞാൻ അതിൽ പ്ലേസ് ചെയ്ത പോലെ തന്നെ കുറച്ച് ലീസ്റ്റ് ഇമ്പോർട്ടൻസ് ഉള്ള സാധനമാണ് പ്രോബിംഗ്. പ്രോബിംഗ് ഇസ് യൂസ്ഡ് വെൻ റിക്വയർഡ്, ഹൗ മച്ച് റിക്വയർഡ്, അത്ര വേണ്ടത്ര മാത്രമാണ് നമ്മൾ ക്വസ്റ്റനിങ് യൂസ് ചെയ്യുക. ഒരുപാട് ക്വസ്റ്റനിങ്ങും അൺവാണ്ടഡ് ആയിട്ടുള്ള ടൈമിൽ ഇനീഷ്യൽ സ്റ്റേജിൽ പ്രോബിംഗ് വളരെ കുറവേ യൂസ് ചെയ്യുള്ളൂ. അതർവൈസ് കുറച്ചും കൂടെ ഒരു കൺഫ്രണ്ടേഷൻ സെക്കൻഡ് സ്റ്റേജിലേക്കും ഇനി ഒരു ട്രസ്റ്റഡ് ആപ്പ് ഒക്കെ ബിൽഡ് ചെയ്തതിനു ശേഷമായിരിക്കും കുറച്ചൊരു പ്രോബിങ്ങിന്റെ യൂസ് വരാം. ആൻഡ് എഗെയിൻ ഈ പറഞ്ഞ പോലെ വളരെ നീഡഡ് ആയിട്ടുള്ള സ്ഥലത്ത് മാത്രമാണ് പ്രോബിംഗ് അല്ലെങ്കിൽ ക്വസ്റ്റനിങ് യൂസ് ചെയ്യാം. സോ നമ്മൾ ഹെൽപ്ഫുൾ റെസ്പോൺസസിനെ കുറിച്ച് പറഞ്ഞു. അൺഹെൽപ്ഫുൾ റെസ്പോൺസസിലേക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതൊക്കെ എനിക്ക് തോന്നുന്നു നിങ്ങൾ കുറച്ചും കൂടി പരിചിതമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. സ്പീഡ് എങ്ങാനും കൂടുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു. സോ പ്രോബിംഗ് ഞാൻ പറഞ്ഞ പോലെ വെൻ റിക്വയർഡ്, വേണ്ടപ്പോൾ മാത്രം ഉപയോഗിക്കേണ്ട ഒരു ടൂളാണ്. പ്രത്യേകിച്ച് ഈ സ്റ്റേജിൽ വേണ്ടപ്പോൾ മാത്രം ഉപയോഗിക്കേണ്ട ഒരു ടൂളാണ്. നോൺ ഹെൽപ്ഫുൾ ആയിട്ടുള്ള റെസ്പോൺസസ് അഥവാ ഈ ട്രസ്റ്റിനെ ബ്രേക്ക് ചെയ്യുകയും ഈ പ്രോസസ്സിനെ ഹാംഫുള്ളി എഫക്ട് ചെയ്യുന്ന റെസ്പോൺസസിനെയാണ് നോൺ ഹെൽപ്ഫുൾ റെസ്പോൺസസ്. ക്ലിയർലി ഇതിന് കൗൺസിലിംഗ് പ്രോസസ്സിനെ സ്റ്റോപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഹാംഫുള്ളി എഫക്ട് ചെയ്യാനോ ഇത് ലീഡ് ചെയ്യാം. അഡ്വൈസിങ്, അനലൈസിങ്, ക്രിട്ടിസൈസിങ് പോലെയുള്ള ജഡ്ജിങ്. ഇതിൽ ഞാൻ പ്രോബിംഗ്, there is probing in this because too much probing അല്ലെങ്കിൽ probing by itself ഇവിടെ തീരെ റെലവെന്റ് അല്ല. ഫസ്റ്റ് സ്റ്റേജിൽ തീരെ എന്തിനങ്ങനെ ചെയ്തു, എങ്ങനെ ചെയ്തു എന്നുള്ളതൊക്കെ തീരെ റെലവെന്റ് അല്ല. അതുകൊണ്ടാണ് പ്രോബിംഗ് ഈ ഒരു കോളത്തിൽ കൊടുത്തിട്ടുള്ളത്. നൗ അപ്പം ഇതെല്ലാം ഹെൽപ്ഫുൾ റെസ്പോൺസസ് ആണ് എന്ന് പറഞ്ഞു, നോൺ ഹെൽപ്ഫുൾ റെസ്പോൺസസ് ആണെന്ന് പറഞ്ഞു. ഈഗൻ ഒരു ഫോർമുല കൊടുത്തിട്ടുണ്ട്. ടു സ്റ്റാർട്ട് റെസ്പോണ്ടിങ് ഐഡിയലി ടു ദ ക്ലൈന്റ്. ഫസ്റ്റ് ഞാൻ പറഞ്ഞു ലിസണിങ് ഇസ് ദ ഫസ്റ്റ് തിങ്. ലിസണിങ്, അറ്റൻഡിങ് ആൻഡ് ലിസണിങ്
ideally is the first thing to do. Now, അതിന്റെ കൂടെ responding is also important. Like we are sitting here, responding to it is also important. And how to respond helpfully എന്നുള്ളൊരു ഫോർമുല ഈഗൻ കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ്. ഞാൻ എക്സാമ്പിൾസ് വായിക്കാം. അതിൽ ദ കൗൺസിലർ ഇൻ ഈച്ച് എക്സാമ്പിൾ ദ കൗൺസിലർ ഫസ്റ്റ് അക്നോളജസ്, നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലെ, അക്നോളജിങ് എസ് എ ഹെൽപ്ഫുൾ റെസ്പോൺസ്, അക്നോളജസ് ദി കണ്ടന്റ് or the feeling in the client statement of an initial concern. ആദ്യം acknowledgement ഉണ്ടാകും of the client's experience. എന്നിട്ട് further development and clarifications are always necessary. Follow up invitations like tell me more about it, help me understand more fully, tell me what happened എന്നുള്ള രീതി. അപ്പൊ ഞാൻ എക്സാമ്പിൾസ് ഒന്ന് വായിക്കാൻ ഇൻവൈറ്റ് ചെയ്യാം. ഒരാൾ ക്ലയന്റും ഒരാൾ കൗൺസിലറുമായിട്ട് വായിച്ചാൽ നല്ലതായിരിക്കും. Who want to just read this? അപ്പൊ നിങ്ങൾ ആ പറഞ്ഞ ഫോർമാറ്റിൽ നിങ്ങൾക്ക് ഇതിനെ കാണാൻ പറ്റും. വിച്ച് ആദ്യം അക്നോളജ് ചെയ്യുക, അതിനുശേഷം അതിന് ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് ആ കോണ്ടെക്സ്റ്റിൽ ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പറയാം. ആർക്കാണ് ഒരു ക്ലയന്റ്, മറ്റൊരാൾക്ക് കൗൺസിലറായിട്ട് ലൗഡായിട്ട്. ഓക്കെ, ഐ ഡു ഇറ്റ്. കാരണം നമ്മുടെ ടൈം ലിമിറ്റേഷൻ കാരണം നമുക്കൊരു ആക്ടിവിറ്റിയും കൂടി ചെയ്താൽ നല്ലതായിരിക്കും. നമ്മുടെ ടൈം ലിമിറ്റേഷൻ കാരണം ഞാൻ തന്നെ വായിക്കാം. ക്ലയന്റ് പറയാണ്, മൈ ഹസ്ബൻഡ് ഇസ് ആൻ ആൽക്കഹോളിക് ആൻഡ് ഹാസ് ബീൻ ദാറ്റ് വേ സിൻസ് ബിഫോർ വി വർ മാരീഡ്. I can't get him to stop and I'm scared and don't know what to do. A counselor, see here what the counselor does first. You are worried about your husband's drinking. That is the acknowledgement part, that I'm acknowledging that you are worried about your husband's drinking. Now the follow-up question is, can you tell me more about specifically what has been happening that led to your decision to seek help now? Can you tell me more about it? Next. The client says, I find that I am more sexually attracted to men than to women, but I really feel guilty because I know it is wrong. The counselor responds, it sounds as though your sexual responses aren't as you believe they should be. So there is acknowledgement, and that is troubling you. Help me understand more fully what has led to this concern. Help me understand more about it. Again, help me understand more about it. Again, the client says, Tommy keeps bothering me on the playground. He pushes me off the jungle gym again, and yesterday he punched me. The counselor responds, you say Tommy keeps bothering you. Sounds like this has been going for a while. But clearly, the statement maatrana counselor parnatullu, which is acknowledging that the experience has been happening to you. Again, 4 and 5 is similar. ഈ ഒരു ഫോമാറ്റ് അണ്ടർസ്റ്റാൻഡ് ഫോളോ ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? യെസ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ആക്ടിവിറ്റി ആയിട്ട് ഒന്നുകൂടി റീവിസിറ്റ് ചെയ്യാം. നൗ അഗൈൻ ഇതിൽ അക്നോളജ്മെന്റിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന നമ്മൾ ബാക്കിയുള്ള നിങ്ങൾക്ക് ഫീലിംഗ്, റിഫ്ലക്ഷൻ ഒക്കെ കാണാം. ആക്യുറേറ്റ് എംപതി ബേസിക് ഫോർമുല ഈഗൻ മോഡലിലെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ്, ഒരു കോൺസെപ്റ്റ് ആണ് ആക്യുറേറ്റ് എംപതി. ആക്യുറേറ്റ് എംപതിയുടെ ബേസിക് ഫോർമുല ഈസ് യു ഫീൽ ഡാഷ് ബിക്കോസ് ഓഫ് ഡാഷ്. ഇവിടെ clearly acknowledgement മാത്രമാണ് the helper is doing. For example, see here, the patient is saying, God knows what they'll find when they go in. I keep asking questions, but they keep giving me vague answers. The helper is saying, you feel troubled because you believe that you are being left in the dark. For patient, the helper ഈ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രം പറഞ്ഞ് അവിടെ നിർത്തുക. The patient picks up. അങ്ങനെ ബാക്കി പറയാണ്, ഇൻ ദ ഡാർക്ക് നോട്ട് ജസ്റ്റ് അബൌട്ട് മൈ ബോഡി, ഇറ്റ്സ് മൈ ലൈഫ്. ഇഫ് ദേ had only tell me, they could prepare myself. I could prepare myself better. ഇവിടെ അക്നോളജ്മെന്റ് മാത്രമാണ് the counselor has done, which is the accurate empathy formula. പക്ഷെ the client picks up, okay, ശരിയാണ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണെന്നുള്ളതിൽ ബാക്കി ഇങ്ങനെ തുടരുകയാണ്. അപ്പം see the powerfulness of that
സിമ്പിൾ ഫീലിംഗ് സ്റ്റേറ്റ്മെന്റ്, ആക്യുറേറ്റ് എംപതി സ്റ്റേറ്റ്മെന്റ്. അവിടെ കൗൺസിലർ അല്ലെങ്കിൽ ഹെൽപ്പർ വേറെ ഒന്നും ചോദിച്ചിട്ടൊന്നുമില്ല. ഓക്കെ, ഞാൻ നിങ്ങളെ എനിക്കിതാണ് മനസ്സിലായത് എന്നുള്ള രീതിയിൽ ആ ഫീലിംഗ് ഒന്ന് എടുത്ത് പറയും. ദാറ്റ്സ് ഇറ്റ്, ആൻഡ് ദ ക്ലയന്റ് കണ്ടിന്യൂസ് ദി സ്റ്റോറി. അപ്പം this is very important. ഓഡിബിൾ അല്ല എനിക്ക്. മാം ഇപ്പൊ സൗണ്ട് അല്ലേ? ഓഡിബിൾ അല്ല? ഇപ്പൊ കേൾക്കാം. ഓക്കെ. ഇപ്പൊ കേൾക്കാം. So, the common question I had when I started, അല്ലെങ്കിൽ I സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ചോദിക്കുന്ന ഒരു ചോദ്യം, ആ ഒരു ക്ലയന്റ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഞാൻ സോൾവ് ചെയ്യാന്നുള്ളതാണ്. സോൾവിങ് ഇസ് നോട്ട് a responsibility. Being with the client, understanding the client, helping the client understand what is happening, and then helping the client to be independent is our job. I think Jung ആണ് പറഞ്ഞെന്നുള്ളത്. I'm not very sure of the author, but I think Jung ആണ് പറഞ്ഞെന്നുള്ളത്. You can learn all the theories, പക്ഷെ when you are in this room, leave it all behind and be with the client. And I think that is the most powerful tool to be cutting out all the noises inside and outside. Be with the client. So being with the client, listen to the client and acknowledge the client, especially in the first stage. And then once the rapport is built, the rest can come. അപ്പം ഞാൻ ഇപ്പൊ ചെയ്യാൻ പോകുന്നത്, again, if you have understood the formula, acknowledgement, the most reflection. അപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത്, again, I am going to put you into groups of 3. ഒരാള് ക്ലയന്റ്, ഒരാള് കൗൺസിലർ, ഒരാള് ഒബ്സർവർ. The client can put a small incident എന്നാണ് ഞാൻ പറയാ. Come with incident or a problem, a small problem, അത് psychological problem ആവണമെന്നൊന്നുമില്ല, ഇനി a wound you had, whatever, a small incident or a problem. The counselor can listen, acknowledge, reflect to the maximum. Okay, will you do that? എല്ലാരും ക്ലിയർ ആണ് ഞാൻ പറഞ്ഞത്? And I am consciously asking you to not getting into solving the problem, not getting into questioning, not getting into any sort of solution find. Okay, so ഞാൻ ഗ്രൂപ്പ്സ് ഉണ്ടാക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ലെറ്റ് മീ നോ ഈ ആക്ടിവിറ്റിനെ കുറിച്ച്. ഐ തിങ്ക് ലാസ്റ്റ് സെഷനിൽ നമ്മൾ പറഞ്ഞിരുന്ന ഒരു 8:30 എക്സീഡ് ചെയ്യും എന്നുള്ളത്. ഐ ഹോപ്പ് ഇറ്റ്സ് ഓക്കെ വിത്ത് എവ്രിവൺ. ആർക്കെങ്കിലും ഇതിൽ ഡൗട്ട് ഉണ്ടോ? എന്താണ് ആക്ടിവിറ്റി എന്നുള്ളതിൽ ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ അല്ലെ? ഇഫ് അത് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യോ? പല പ്രാവശ്യം എനിക്ക് കട്ടായി പോകുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാ. ഓക്കെ, എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറഞ്ഞത് ആക്ടിവിറ്റി ആണല്ലോ അല്ലെ? അതെ അതെ. ഓക്കെ, ആക്ടിവിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അഗെയിൻ ഞാൻ നിങ്ങളെ 3 പേരായിട്ടുള്ള ഗ്രൂപ്പിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പോവാണ്. അപ്പം നിങ്ങളുടെ റൂമിൽ 3 പേരുണ്ടാവും. ഒരാൾ ക്ലയന്റ് ആവുക, ഒരാൾ കൗൺസിലർ ആവുക, ഒരാൾ ഒബ്സർവർ ആവുക. ക്ലയന്റ് bring in one incident in your life or a problem in your life, and counselor listen to it, acknowledge it to the maximum, reflect and use accurate empathy. You feel, reflect the feeling, thinking, behavior thing, and not getting into problem solving or finding a solution. ഓക്കെ, ഇതാണ് ആക്ടിവിറ്റി. നിങ്ങൾ ആരെങ്കിലും ഒരാൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ 15 മിനിറ്റ് എടുക്കാം അല്ലെ? 10-15 മിനിറ്റിന് മുന്നേ തീർന്നു കഴിഞ്ഞാൽ ഞാൻ 15 മിനിറ്റ് ടൈമർ വെക്കാം. ഇൻസിഡന്റ് ആണോ? സോറി, ഇതേ ഇൻസിഡന്റ് ആണോ? ഇതേ ഇൻസിഡന്റ് നിങ്ങളുടെ ലൈഫിലെ ഒരു ഇൻസിഡന്റോ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സിറ്റുവേഷൻ. ഇൻസിഡന്റ് ഫോർ ദാറ്റ് മാറ്റർ
ഈ പറഞ്ഞ ഒരു ദിവസം അങ്ങനെ ആയാലും മതി, അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ആയാലും. അല്ല, എക്സാമ്പിൾ ആയിട്ട് കാണിച്ച ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് ആണോ? അല്ലല്ല, എക്സാമ്പിൾ ആയി കാണിച്ചില്ലല്ല, നിങ്ങളുടെ ലൈഫിൽ, റിയൽ ലൈഫിൽ ഒരു ഇൻസിഡന്റ്. ഓക്കെ. അതെ, എന്റെ സ്ഥലത്ത് ഞാൻ മാത്രമേ ഉള്ളൂ. ഓക്കെ ശരി. ഞാൻ പോയി വരാം, ഞാൻ എക്സ്പീരിയൻസ് കേൾക്കാം. ഓക്കെ. എന്താണ് സംഭവിക്കുന്നത്? എന്താണ് ഇത്രയും പേര് ഇവിടെ? മാം, എന്റെ കണക്ഷൻ പോയി, എന്താ സംഭവിച്ചെന്ന് അറിയത്തില്ല. ഓക്കെ ഞാൻ ഒന്നുകൂടി റീഅസൈൻ ചെയ്യാം. മാം, ബ്രേക്ക്ഔട്ട് 3 ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ ലെറ്റ് മീ സീ. നിങ്ങൾക്ക് എല്ലാവർക്കും ബ്രേക്കപ്പ് കാണിക്കുന്നുണ്ടോ ഇൻവിറ്റേഷൻ? എനിക്ക് ബ്രേക്ക്ഔട്ട് റൂം കാണിക്കുന്നില്ല. ഓക്കെ, അഞ്ജനയാണ്. ഇപ്പൊ എനിക്കിവിടെ കാണിച്ചു. നല്ല ഇഷ്ടമുണ്ട് മാം. എനിക്ക് അതിനാണ് കാണാം.
എല്ലാവർക്കും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. Yes, ma'am. How was the experience of being with the client? It was actually good. 15 minutes എങ്കിലും വേണം തോന്നി because 10 minutes was too short for us നേരത്തെ. So, this was good. Better actually. Acknowledge and then feeling statement use follow up question അതൊക്കെ ചെയ്യാൻ പറ്റിയോ? Yeah, for me it was possible. പിന്നെ reflecting എന്ന് പറഞ്ഞോണ്ട് ആള് പറഞ്ഞ ഒരു topic was something that was relative to me as well. പക്ഷേ since you said നമ്മൾ ജസ്റ്റ് ഒരു തുടക്കം എന്ന് പറയുമ്പോൾ ആദ്യമേ കയറി നമ്മൾ സൊല്യൂഷൻ പറയല്ലല്ലോ ചെയ്യണ്ടേ. അപ്പോ അവിടെ വെച്ച് നിർത്തുകയാണ് ചെയ്തത്. ലൈക്ക് ആളുടെ പ്രോബ്ലം എന്താ എന്നുള്ളത് മനസ്സിലാക്കി. അതാണ് ഇപ്പോ ഫസ്റ്റ്. Yes, great. That is what I was inviting you for. What about others? Observers, clients, counselor. How was the experience? നന്നായിട്ട് ലിസൺ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ പറയുന്ന കാര്യങ്ങൾക്ക് ഫീഡ്ബാക്ക് തരുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ അക്നോളജ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഇവനു ക്ലൈന്റ്. ഓക്കെ, അപ്പൊ ആസ് എ കൗൺസിലർ ഇതൊക്കെ ചെയ്യുമ്പോൾ ഹൗ ആർ യു ഫീലിംഗ്? സോറി, ഇതെല്ലാം കൗൺസിലറിന്റെ റെസ്പോൺസിൽ ഇങ്ങനെയുള്ള റെസ്പോൺസിൽ ഹൗ ആർ യു ആസ് എ ക്ലൈന്റ് ഫീലിംഗ്? ഓക്കെ, എൻഗേജിങ് ആയിരുന്നു. ലൈക്ക് കൂടുതൽ എനിക്കത് പറയാനായിട്ട് അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള ഒരു ഫീൽഡ് കിട്ടി. ഞാൻ ക്ലൈന്റ് ആയിരുന്നു. എനിക്ക് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അവരെന്നെ എനിക്ക് ഒബ്സർവറും ഉണ്ടായിരുന്നു, ക്ലയന്റും ഉണ്ടായിരുന്നു. ഒബ്സർവർ ലാസ്റ്റ് ആയിരുന്നു ഫീഡ്ബാക്ക് ഒക്കെ തന്നെ. അപ്പോ ക്ലയന്റ് ആയിട്ടാണ് കൗൺസിലർ ആയിട്ട് എനിക്ക് പിന്നെ കുറെ അക്നോളജ്മെന്റ് ഒക്കെ കുറെ കിട്ടി. എനിക്ക് മനസ്സിലാവുന്നുണ്ട് അവരെന്നെ ലിസൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, എനിക്ക് എന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്, എന്താണെന്ന് മനസ്സിലാവുന്നുണ്ട്, റിഫ്ലക്റ്റ് അതൊക്കെ എല്ലാം ഓക്കെ പോസിറ്റീവ് വൈബായിരുന്നു. എനിക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോഴും അതൊന്ന് റിലീഫ് കിട്ടുന്നുണ്ടായിരുന്നു. കുറെ കാര്യങ്ങൾ പറയാൻ തോന്നുന്നുണ്ടായിരുന്നു. അങ്ങനെ. Nice. Thank you, Naishana. That is what we are also looking forward to. ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്നതിലൂടെ ക്ലൈന്റ് ഓപ്പൺ അപ്പ് ആവുക കൂടുതൽ. ക്ലൈന്റ് ഇന്റൻഷനലിയോ അല്ലെങ്കിൽ അൺകോൺഷ്യസ്ലിയോ കുറച്ച് കാര്യങ്ങൾ റിസർവ് ആയി വെക്കുന്നുണ്ടാവാം, ബിക്കോസ് ട്രസ്റ്റ് ഫോം ചെയ്യാം. ഈ ഫേസിലാണ് ട്രസ്റ്റ് ഫോം ചെയ്യുന്നതിലൂടെ റിയൽ ആയിട്ടുള്ള ഇഷ്യൂയിലേക്ക് സ്റ്റെപ്പ് ഡൗൺ ചെയ്യാൻ പറ്റും. അനാശനെ പറഞ്ഞ പോലെ എനിക്ക് കുറേ കൂടെ റിലീഫ് എക്സ്പീരിയൻസ് ചെയ്യുകയും അത് കുറേ കൂടെ ഓപ്പൺ അപ്പ് ആവാൻ പറ്റുകയും ചെയ്തു എന്നുള്ളത് തന്നെയാണ് ഉള്ളത്. ആർക്കെങ്കിലും ക്ലൈന്റ് ഐ കംഫർട്ടബിൾ ആൻഡ് ഗോട്ട് എ ഗുഡ് റെസ്പോൺസ്. ആർക്കെങ്കിലും ഒരു ടെംപ്ടേഷൻ വന്നു, ഓക്കെ വാട്ട് ഡു ഐ ഡു അബൌട്ട് ഇറ്റ്? ഞാൻ ഇതിനെ എന്ത് ചെയ്യണം, ഇതൊക്കെ ഒരു പ്രോബ്ലം സിറ്റുവേഷൻ എന്ത് ചെയ്യണം, എനിക്ക് എങ്ങനെ ഇത് സോൾവ്, അങ്ങനെ എന്തെങ്കിലും ടെംപ്ടേഷൻസ് ഞാൻ കോൺഷ്യസ്ലി കട്ട് ഡൗൺ ചെയ്യാൻ പറഞ്ഞിരുന്നു. അങ്ങനെ ടെംപ്ടേഷൻസ് വരികയോ അതിലേക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്യുകയോ ചെയ്തോ? ഇല്ല. ഓക്കെ, സോ നമുക്ക് ഈ സെഷൻ സ്ലോലി വൈൻഡ് അപ്പ് ചെയ്യാം അല്ലെ? എന്തേലും ഇതുവരെ ഇപ്പൊ നമ്മള് ഞാനൊന്ന് സമ്മപ്പ് ചെയ്യുകയാണെങ്കിൽ വേറെ ആർക്കും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? Observer, counselor, client about this activity? Any doubts about this activity? Okay. So ഞാൻ ഇതിനെ ഒന്ന് സമ്മപ്പ് ചെയ്യുകയാണെങ്കിൽ ഇന്നത്തെ സെഷനിൽ ഫസ്റ്റ് സ്റ്റേജ് ആണ് നമ്മൾ വിസിറ്റ് ചെയ്തത്. പ്രോബ്ലം എക്സ്പ്ലോറേഷൻ ആൻഡ് ക്ലാരിഫിക്കേഷൻ ആണ് ഫസ്റ്റ് സ്റ്റേജ്. അതിൽ പ്രീ ഹെൽപ്പർ റെസ്പോൺസസ് വിച്ച് ഇസ് അറ്റൻഡിങ് ആൻഡ് ലിസണിങ്,
ആൻഡ് ഹെൽപ്ഫുൾ റെസ്പോൺസസ് ആണ് നമ്മൾ വിസിറ്റ് ചെയ്തത്. ആൻഡ് ഹെൽപ്ഫുൾ റെസ്പോൺസസിൽ അക്നോളജിങ് ഫോർമാറ്റ് കണ്ടു, അതുപോലെ തന്നെ അക്യുറേറ്റ് എംപതി ഫോർമുലയും കണ്ടത്. ഇതാണ് ഇന്നത്തെ സെഷന്റെ ഒരു സമ്മിങ് അപ്പ്. എന്തെങ്കിലും ആർക്കെങ്കിലും ഡൗട്ടോ ക്വയറീസോ ഉണ്ടോ? എനിത്തിങ് യു വോണ്ട് ടു? Okay. So, from today's session, as we are winding up, നിങ്ങൾക്ക് ചാറ്റിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് one new thing you learned or you realized about counseling or yourself. അങ്ങനൊന്ന് ചാറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ we'll wind up the session. സിസ്റ്റമാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ആയിട്ട് ഒരു സെഷൻ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ കിട്ടി. Okay, great. വേറെ ആർക്കെങ്കിലും എല്ലാവരും ഒന്ന് ചാറ്റിൽ ഇട്ടാൽ വേറെ യൂസ് സിറ്റിംഗ് വിത്ത് ദിസ് എന്നുള്ളത് എനിക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റും, നിങ്ങൾക്കും വരും. ഓക്കെ, ഇന്നത്തെ സെഷനിൽ നിന്ന് വാട്ട് യു ടേക്കിംഗ് ബാക്ക് ദാറ്റ് വി ഡോണ്ട് നീഡ് ടു സോൾവ് ദ ക്ലയൻസ് പ്രോബ്ലം. Initially മാത്രമല്ല, we don't have to solve the client problem. That is client's duty. Client will do it. We'll facilitate it for them to understand that they are capable of doing it. To help them remove the blocks if there is any. എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്തിട്ടാൽ we can kind of find it. ആൻഡ് നിങ്ങൾക്ക് എങ്ങനെ കാണുന്ന ആക്ടിവിറ്റി വരുമ്പോൾ കുറച്ച് പേര് എനിക്ക് തോന്നുന്നു നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കാം, കുറച്ച് പേര് ലീവ് ചെയ്യുന്ന ഞാൻ കാണുന്നു. നെറ്റ്വർക്ക് ഉള്ളവർക്ക് ഇരിക്കുക, ഇറ്റ് വിൽ ബെനിഫിറ്റ് യു. പിന്നെ ആക്ടിവിറ്റി ഉള്ളതിൽ പങ്കെടുക്കുക. വാട്ട് എവർ വി ലേൺ, നമ്മൾ കൗൺസിലിങ്ങിന്റെ കാര്യത്തിൽ ചെയ്ത് തന്നെയാണ് അത് എക്സ്പീരിയൻസ് ചെയ്യുകയും അതിന്റെ നുവാൻസസ് മനസ്സിലാക്കാനും പറ്റുക. ഇത് ചെറിയൊരു റോൾ പ്ലേ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ പറയുന്നതും നിങ്ങൾ ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം. Do give that opportunity to yourself. Sit in a place where there is enough network and participate. Okay. അപ്പോൾ വേറെ എല്ലാവരും ആരും ഒന്നും ചാറ്റിൽ ഇട്ടില്ല. വേറെ ആർക്കും ഈ സെഷനിൽ നിന്ന് പുതിയതായിട്ടൊന്നും കിട്ടിയില്ല ഞാൻ വിശ്വസിക്കുന്നു. വേറെ എനിത്തിങ് യു ആർ സിറ്റിംഗ് വിത്ത് എ ഗുഡ് ഫീലിംഗ് യു ഹാവ്, റിയലൈസേഷൻ അബൌട്ട് യുവർ സെൽഫ്? ക്ലയന്റ് റോളായിട്ട് നമ്മൾ പ്ലേ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി, ഇപ്പൊ നമ്മളുടെ ഫ്രണ്ടില് ഒരു ക്ലയന്റ് വന്നിരിക്കുമ്പോൾ അവരുടെ പെർസ്പെക്റ്റീവും അവരുടെ ചിന്തകളും ഏത് വഴിക്ക് പോവും, നമ്മുടെ എങ്ങനെയായിരിക്കും അവരെ നമ്മുടെ ഓരോ തോട്ട്സും ഫീലിങ്സും ബിഹേവിയറും ഒക്കെ അവർ തിരിച്ചറിയുക, അവർ സംസാരിക്കുക, എൻഗേജ് ആവുക. One of the things that our professors encouraged us to do while we were in post-graduation was that be a client first and then be a counselor. നമ്മളോടൊക്കെ പേഴ്സണൽ തെറപ്പി എടുക്കാൻ എൻകറേജ് ചെയ്തതിന്റെ ഫസ്റ്റ് റീസൺ ഇതാ. ബി എ ക്ലയന്റ് ഫസ്റ്റ്, അണ്ടർസ്റ്റാൻഡ് ദ ഷൂസ് ഓഫ് എ ക്ലയന്റ്, ബി ഇൻ ദ കൗൺസിലിംഗ് റൂം, ദെൻ ഗോയിങ് ടു കൗൺസിലിംഗ്. അതിന്റെ ഒരു റീസൺ നമ്മുടെ മെറ്റീരിയൽ നമ്മൾ അറിഞ്ഞിരിക്കുക, കൗൺസിലിംഗിൽ പേഴ്സണൽ മെറ്റീരിയൽ നടുവിൽ വരാതിരിക്കുക എന്നുള്ളതും കൂടിയാണ്. സെക്കൻഡ് തിങ് ഇസ് അണ്ടർസ്റ്റാൻഡിങ് ദ പ്രോസസ്. കാരണം ഇന്നവിറ്റബിൾ ഇതൊരു പ്രോസസ്സാണല്ലേ. ഇത് എങ്ങനെയൊക്കെ നമ്മൾ ഡിമാർക്കറ്റ് ചെയ്താൽ ദിസ് ഇസ് എ പ്രോസസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് സെൽഫ്, അണ്ടർസ്റ്റാൻഡിങ് പ്രോബ്ലം ആൻഡ് going into the solution. Okay, I can see others also. അപ്പോൾ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാം. സോ നമുക്ക് ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. ഇനിയുള്ളത് 2 സ്റ്റേജസ് ആണ്. ഹോപ്പ്ഫുള്ളി ഇൻ ദ നെക്സ്റ്റ് 2 സെഷൻസ് വിൽ കവർ ദാറ്റ് ആൻഡ് വിൽ ഡു എ ഡെമോ സെഷൻ ടുഗദർ. Okay, so see you all next week. Take care. Bye. Thank you, ma'am. Good night. Thank you. Good night. Thank you, ma'am.